ഓ ഷിറ്റ് എന്നൊരു വാക്കോട് കൂടി അദ്ദേഹത്തിൻ്റെ കോള് കട്ടാകുകയാണ്. അതിനുശേഷം ആൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇന്നും ഒരു മിസ്റ്ററിയാണ്. ആൾ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ ആർക്കും അറിയില്ല. ദുരൂഹമായ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അമേരിക്കൻ പൗരനായ ബ്രാൻഡൻ സ്വാൻസൺ എന്ന ചെറുപ്പക്കാരൻ്റെ സ്റ്റോറിയാണ്. ഇത് വെറുമൊരു കഥയല്ല, റിയൽ സംഭവമാണ്. അമേരിക്കയിലെ മിനസോട്ടയ്ക്ക് അടുത്ത് താമസിച്ചിരുന്ന 19 വയസ്സുകാരനായ ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു ബ്രാൻഡൻ സ്വാൻസൺ. അപ്പോൾ ബ്രാൻഡൻ അദ്ദേഹത്തിൻ്റെ കോളേജിലെ ഒരു പാർട്ടി കഴിഞ്ഞ് നൈറ്റ് തൻ്റെ വീട്ടിലേക്ക് സ്വന്തം കാർ ഓടിച്ച് യാത്ര ചെയ്യുകയായിരുന്നു. യാത്രാമധ്യേ അദ്ദേഹത്തിൻ്റെ കാർ ഒരു കുഴിയിലേക്ക് വീഴുകയുണ്ടായി. ശേഷം ബ്രാൻഡൻ തൻ്റെ പാരൻസിനെ വിളിക്കുകയാണ്. എൻ്റെ വാഹനം ഒരു കുഴിയിലേക്ക് വീണു, എന്നെ പിക്കപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ തൻ്റെ പാരൻസിനെ വിളിക്കുകയാണ്, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. നീണ്ട 47 മിനിറ്റുകൾ നീണ്ടു നിന്നപ്പോൾ ഈ 47 മിനിറ്റിനുള്ളിൽ അവർ സംസാരിച്ചിരുന്നത് ഈ അപകടം ഉണ്ടാകാനുള്ള സാഹചര്യവും എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെയാണ് താൻ ഇപ്പോൾ എന്നുള്ളതും തന്നിലേക്ക് എത്താനുള്ള വഴികളും. അതായത് പാരൻസിൻ്റെ അടുത്ത് ബ്രാൻഡൻ പറയുകയാണ്, എൻ്റെ വാഹനം അപകടത്തിലായി, ഞാനിപ്പോൾ ഇന്ന സ്പോട്ടിലാണ്, ഞാൻ ഇന്ന റോഡിലൂടെ ഇന്ന ഇടത്തേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഡയറക്ഷൻസും ഏതാണ് സ്പോട്ട്, എങ്ങോട്ടേക്കാണ് വരുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് ബ്രാൻഡൻ തൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ഫോളോ ചെയ്തുകൊണ്ട് ബ്രാൻഡനെ പിക്ക് ചെയ്യാൻ വേണ്ടി പാരൻസ് മറ്റൊരു കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 പേരും തൊട്ടടുത്തെത്താറായിരിക്കുന്നു. കാണാൻ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി എന്നുള്ള രീതി എത്തുമ്പോഴത്തേക്കും ബ്രാൻഡൻ്റെ കോള് കട്ടാകുകയാണ്. കട്ടാകുന്നതിന് തൊട്ടു മുന്നേ ബ്രാൻഡൻ ഒരു വാക്ക് ഉച്ചരിച്ചു. ഓ ഷിറ്റ് എന്നുള്ളതായിരുന്നു ബ്രാൻഡൻ്റെ അവസാനത്തെ വാക്ക്. അതോടുകൂടി ആ കോള് കട്ടായി. പിന്നീട് ഒരറിവുമില്ല. ബ്രാൻഡൻ എന്ത് സംഭവിച്ചു, ജീവനോടെ ഉണ്ടോ മരിച്ചോ, ഒരു തുമ്പോ തെളിവോ ബാക്കി വയ്ക്കാതെ ബ്രാൻഡൻ എന്ന ചെറുപ്പക്കാരൻ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി എന്ന് പറയാം. കാരണം ഒരാൾക്കും ബ്രാൻഡനെ പറ്റി പിന്നീട് ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല, ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ബ്രാൻഡന്റെ ശവശരീരം അല്ലെങ്കിൽ ബ്രാൻഡൻ ഒരു പക്ഷേ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം പോലും കണ്ടെത്താനായിട്ടില്ല. ഇന്നും നിഗൂഢമായി തുടരുന്ന കഥയാണ് ബ്രാൻഡൻ സ്വാൻസൺ എന്ന ചെറുപ്പക്കാരൻ്റെ ഈ സ്റ്റോറി. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് ഡീറ്റെയിൽഡായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ബ്രാൻഡൻ്റെ അവസാനത്തെ ആ ഒരു വാക്ക്, ഓ ഷിറ്റ് എന്നുള്ളൊരു വാക്ക്, അത്രയും നേരം പാരൻസിൻ്റെ അടുത്ത് ദീർഘമായ ഒരു സംഭാഷണം നടത്തിയ ചെറുപ്പക്കാരൻ കൂട്ടിമുട്ടാൻ അല്ലെങ്കിൽ തമ്മിൽ കാണാൻ പോകുന്നതിന് തൊട്ടു മുന്നേ അപ്രതീക്ഷിതമായി ഓ ഷിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കോള് കട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാം എന്തോ അപായം അവന് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ അരുതരുതാത്ത എന്തോ, കാണാൻ പാടില്ലാത്ത എന്തോ അവൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വന്തം മരണം മുന്നിൽ കണ്ടിട്ടുണ്ട്. കാരണം അങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ ഓ ഷിറ്റ് എന്ന് ആ ഒരു രീതിയിൽ പറഞ്ഞ് അവൻ്റെ കോളും കട്ടാകുകയുള്ളൂ. എന്തോ ദുരൂഹമായ അപകടകരമായ എന്തോ സാഹചര്യത്തിലേക്ക് ബ്രാൻഡൻ പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അപ്പം ഈ ഒരു കേസിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറേ തിയറീസും ഫോം ചെയ്തിട്ടുണ്ട്. ബ്രാൻഡൻ കാണാതായപ്പെട്ടതിനെ തുടർന്ന് ദീർഘമായിട്ടുള്ള ഒരു സെർച്ച് അവിടെ നടന്നിട്ടുണ്ട്. പല രീതിയിലുള്ള അന്വേഷണം നടന്നു. പോലീസുകാർ വളരെ എനർജറ്റിക് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ അന്വേഷിക്കുകയുണ്ടായി. പക്ഷേ ഇതിൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യം, ഈ 47 മിനിറ്റ് നീണ്ടു നിന്ന കോള് കട്ടായതിനു ശേഷം ബ്രാൻഡൻ എവിടേക്ക് പോയി, എന്ത് സംഭവിച്ചു, എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? ഒരു തെളിവുമില്ല, ഒരു തുമ്പ് പോലും കിട്ടിയില്ല. സോ പോലീസ് ആദ്യം ചെയ്ത കാര്യം, അവർ ഈ സറൗണ്ടിങ്സും കാര്യങ്ങളെല്ലാം പരിശോധിച്ചു. പക്ഷേ ഒരു രീതിയിൽ ഒരു തുമ്പും കണ്ടെത്താനായിട്ടില്ല. പക്ഷെ അവിടെ തന്നെ ഉണ്ട് ഒരു മിസ്റ്ററി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് താൻ എന്നാണ് ബ്രാൻഡൻ തൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. ലിൻഡ് എന്ന് പറയുന്ന സ്ഥലം ഏകദേശം അതിനോട് ചുറ്റിപ്പറ്റിയാണ് ഞാൻ ആ ഇന്ന വഴിയിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ബ്രാൻഡൻ പറഞ്ഞത്. എന്നാൽ ലിൻഡിൻ്റെ അവിടുന്ന് മൈൽസിനപ്പുറം, പോർട്ടർ എന്നൊക്കെ പറയുന്ന സ്ഥലത്തിന് ഏകദേശം അടുത്തായിട്ട് ലിൻഡിൽ നിന്ന് ഒരുപാട് മൈലുകൾക്കപ്പുറമാണ് ബ്രാൻഡൻ്റെ കാറ് കണ്ടെത്തിയത്. അതായത് ബ്രാൻഡൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ബ്രാൻഡൻ്റെ കാറ് കണ്ടെത്തിയ സ്ഥലത്തായിരിക്കണമല്ലോ ബ്രാൻഡൻ ആക്സിഡൻ്റ് ആയത്. എന്നാൽ അവിടുന്ന് മൈലുകൾക്കപ്പുറമുള്ള ഒരു സ്ഥലത്താണ് താനെന്നാണ് ബ്രാൻഡൻ തൻ്റെ പാരൻസിൻ്റെ അടുത്തോട്ട് പറഞ്ഞത്. സോ സ്ഥലകാലബോധം നഷ്ടപ്പെടുന്ന രീതിയിൽ ബ്രാൻഡന് എന്ത് സംഭവിച്ചിരിക്കുക നമ്മൾ ചിന്തിക്കാം. ഒന്നെങ്കിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ലഹരിയിലോ ഡ്രഗ്സിൻ്റെ ലഹരിയിലോ സ്ഥലകാലബോധം നഷ്ടപ്പെട്ട രീതിയിലായിരുന്നിരിക്കാം ബ്രാൻഡൻ. അതുകൊണ്ടായിരിക്കാം ബ്രാൻഡൻ്റെ കാർ ആക്സിഡൻറ്റിൽ പെട്ടതുപോലും നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാം. എനിവേ ബ്രാൻഡൻ പറഞ്ഞ സ്ഥലവും കാറ് കണ്ടെത്തിയ സ്ഥലവും രണ്ടാണ്. സ്റ്റോറി മാച്ച് ആകുന്നില്ല. പിന്നെ ഇതിനെ സ്പെക്കുലേറ്റ് ചെയ്ത് പല രീതിയിലുള്ള സ്റ്റോറികൾ പരക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് അതിലേക്ക് വരാം. സോ ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു മിസ്റ്ററി എന്ന് പറയുന്നത് ബ്രാൻഡൻ്റെ കാറ് കണ്ടെത്തിയ സ്ഥലവും ബ്രാൻഡൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ താൻ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലവും തമ്മിലുള്ള പൊരുത്തക്കേടാണ്. രണ്ടാമത്തെ കാര്യം, പോലീസ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം സെർച്ച് ഡോഗ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ദീർഘമായിട്ടുള്ള ഒരു സെർച്ച് നടത്തുകയുണ്ടായി. ബ്രാൻഡൻ്റെ സെൻറ്റ് മണം ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ആ ട്രെയിലിനെ ഫോളോ ചെയ്തുകൊണ്ട് സെർച്ച് ഡോഗ്സ് ദീർഘമായ ദൂരം സഞ്ചരിക്കുകയുണ്ടായി. സോ ഈ സെർച്ച് ഡോഗ്സിൻ്റെ സഞ്ചാരം ചെന്ന് നിന്നത്
അവിടുത്തെ ഒരു നദിയിലാണ്, ഒരു യെല്ലോ റിവർ എന്നറിയപ്പെടുന്ന ഒരു നദിയുടെ തീരത്താണ് ഈ സെർച്ച് ഡോഗ്സ് നിന്നത്. അതിനുശേഷം ബ്രാൻഡന്റെ സെന്റ് മണവോ കാര്യങ്ങളൊന്നുമില്ല, കാരണം ഫ്രണ്ടിൽ നദിയാണ്. അവിടെ വരെ ഇതെത്തി നിന്നു, ആ സെന്റ് അവസാനിച്ചു. സോ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയി. അപ്പോൾ വീണ്ടും അടുത്തൊരു തിയറിയിലേക്ക് ആൾക്കാർ എത്തുകയാണ്. ബ്രാൻഡൻ ഒഴുകിപ്പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ ആ തിയറിയും സാധൂകരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവുകൾ കണ്ടെത്താനായില്ല. പ്രധാനപ്പെട്ട ഒരു തെളിവ്, വേണ്ട ഒരു തെളിവെന്ന് പറയുന്നത് ബ്രാൻഡൻ്റെ അവശിഷ്ടം കിട്ടണം. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടണം, അല്ലെങ്കിൽ റിമെയിൻസിൻ്റെ ബാക്കിയായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡ്രസ്സോ ഒരു കഷ്ണമെങ്കിലും കിട്ടണ്ടേ. ഒന്നും കിട്ടിയിട്ടില്ല. ആ റിവർ അരിച്ചു പെറുക്കി തപ്പിയിട്ടും അതിനോടനുബന്ധമായ പല ഏരിയകളും പോലീസ് സെർച്ച് ചെയ്തിട്ടും അവർക്ക് അങ്ങനെ ഒരു തെളിവ് കിട്ടിയില്ല, നേടാൻ സാധിച്ചില്ല. അതുകൊണ്ട് ആ തിയറിയും ഇപ്പോഴും കയ്യാലപ്പുറത്തെ തേങ്ങയായിട്ട് ഒരു മൂലക്കിരിക്കുകയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ തിയറി, അതിനാണ് കൂടുതൽ സാധ്യത. ഫൗൾ പ്ലേ എന്ന് പറയുമ്പോൾ അതാണ് തേർഡ് തിയറി, ഫൗൾ പ്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡൻ ഈ നടന്നു വരുന്ന വഴിയിൽ അപകടത്തിൽപ്പെട്ട് നടന്നു വരുന്ന ഈ വഴിയിൽ മറ്റൊരു അപകടത്തിൽപ്പെട്ടിരിക്കാം. അതായത് ഏതെങ്കിലും ക്രിമിനൽസോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സൈക്കോപാത്തോ അല്ലെങ്കിൽ വാട്ടവർ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും ക്രിമിനൽസോ ബ്രാൻഡനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാകും. ഒന്നുകിൽ ബ്രാൻഡനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാകും, കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാകും. അതല്ലെങ്കിൽ അവർ ബ്രാൻഡനെ കൊന്നിട്ടുണ്ടാകും. കൊന്ന് റിമെയിൻസ് എവിടെയെങ്കിലും കുഴിച്ചിട്ടുണ്ടാകും, കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ ബോഡീനെ നശിപ്പിച്ചിട്ടുണ്ടാകും എന്നുള്ളൊരു തിയറിയും കൂടെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ബ്രാൻഡൻ ഒഴുകിപ്പോയതാണോ, അതോ ബ്രാൻഡനെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തതാണോ, ഒന്ന് കുഴിച്ചു മൂടിയതാണോ, അതോ ബ്രാൻഡൻ ഇനി ഒളിച്ചോടിയതാണോ, ഒരു തെളിവും എവിടെയും അവശേഷിക്കുന്നില്ല. ഇന്നും തെളിയപ്പെടാത്ത സ്റ്റോറിയായിട്ട് ബ്രാൻഡൻ സ്വാൻസന്റെ സ്റ്റോറി നിലകൊള്ളുകയാണ്. സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല, റിയൽ ഇൻസിഡൻ്റ് ആണ്. സോ ഇതുപോലെയുള്ള കൂടുതൽ ദുരൂഹമായ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.